ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ്. ആദ്യം നമുക്ക് ലിവർ ഫ്രൈ ഞാൻ ഇന്ന് ചെയ്യാൻ കാരണമായ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നഷ്ടം ഏകദേശം ഒരു 4000 രൂപയോളം വന്ന് കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ മനസ്സിലഞ്ഞിരുന്ന ഞാൻ ഉടനെ പോയി ഇത് നേരെ ലുലു മാളിലേക്കാണ്. അവിടെ പോയപ്പോൾ അവിടെ ഒരു സെക്ഷനിൽ, മീറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ ഈ ലിവർ ഫ്രൈ വെറും 45 രൂപയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അതും വാങ്ങി വന്നാണ് ഈ വീഡിയോയിലേക്ക് പോകുന്നത്. ഏകദേശം 8 വെള്ളത്തിൽ കഴുകിയെടുത്ത ഈ ലിവർ ഫ്രൈ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ലിവർ മിക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഫ്രൈ ചെയ്യാനുള്ളതിനെക്കുറിച്ച് വലിയ എത്തും പിടിയും ഇല്ല എന്ന്. ബാക്കി എന്തെല്ലാം ഇതിൽ ചേർക്കണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉടനെ പോയി എൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ കൊണ്ട് ബാക്കി ചെയ്യിക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവൾ പറഞ്ഞതനുസരിച്ച് റിംഗ് ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടിയതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാലിന് അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി തുടങ്ങിയവയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂണിന് അകത്ത് ഗരം മസാലയും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഞാൻ ആദ്യമേ മാറ്റിയിരുന്നു. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ എനിക്ക് എരിവ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു ചെറിയ തക്കാളിയുടെ അര ഭാഗം എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ എരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിന് എരി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉപയോഗിച്ചിരിക്കുന്നത്. വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. ഇതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ അടുപ്പിച്ച് ചിക്കൻ മസാലയും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നേരെ മാറ്റിവെച്ച ലിവർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളിതിൽ കാണുന്നത്. ഇതെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. എനിക്കിതിൽ ചേർക്കാൻ വേണ്ടി നാരങ്ങ ഇതിൽ വീട്ടിൽ കാണുന്നില്ല. പിന്നെ അതിനെ തുടർന്ന് ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് പുളിപ്പ് കൂടുതൽ കിട്ടും. ഇല്ല, തൈരാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് പുളിപ്പിൻ്റെ അളവ് കുറവായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. അങ്ങനെ തൈരും എല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായി ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓണാക്കുക. പാത്രം കഴുകിയെടുത്തതാണെങ്കിൽ വെള്ളം വറ്റുന്നത് വരെ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മാറ്റി വച്ചിരിക്കുന്ന ലിവർ എടുത്ത് അതിൽ കൊള്ളുന്ന അത്രയും ലിവർ ഇട്ട് കൊടുക്കുക. നമുക്കിനി 10 മിനിറ്റത്തെ വേവ് ഇതിനാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ അത് മറിച്ചിട്ട് കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലിവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനും ചാൻസ് കൂടുതലായതുകൊണ്ട് അടുത്ത് നിന്ന് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഓവറായി വെന്ത് കഴിഞ്ഞാൽ അതിലുള്ള മസാലയെല്ലാം കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ലിവറിന് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ലിവറല്ല, ലിവറിൻ്റെ മസാല കരിഞ്ഞിട്ടുണ്ടോ എന്ന് വേണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ. അത് ഒരു മൂപ്പത്തിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയാകുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ലിവർ ആദ്യം കുരുമുളകുമായി മിക്സ് ചെയ്യുന്നതിന് കൂടാതെ മസാല എല്ലാം ചേർക്കുന്നതിനിടയിലും ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരുന്നു. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ റെഡിയായ ലിവർ ഫ്രൈ ലുലുമാളിൽ നിന്ന് തന്നെ വാങ്ങിച്ച
കുബൂസുമായി കഴിക്കുവാനാണ് എൻ്റെ പ്ലാൻ. കുബൂസിൻ്റെ കൂടെ സോസും കൂടി ഉണ്ടെങ്കിൽ സ്വർഗം. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയുന്നത് പോലെ ഇത് ലിവർ കൊണ്ടുള്ള ഫ്രൈ ആയതുകൊണ്ട് തന്നെ ലിവറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.